കെപിസിസി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വത്തിൽ യുഡിഎഫ് ഘടകകക്ഷികൾക്കും ആശങ്ക. കോൺഗ്രസിലെ പോര് ഗുണം ചെയ്യില്ല എന്നാണ് ഘടകകക്ഷികളുടെ വിലയിരുത്തൽ. അതിനിടയിൽ കേരളത്തിന്റെ ചുമതലയിൽ നിന്നും ദീപാദാസ് മുൻഷിയെ മാറ്റണമെന്ന ആവശ്യവുമായി സുധാകരപക്ഷം രംഗത്തെത്തി. അധ്യക്ഷ സ്ഥാനത്തേക്ക് തങ്ങൾ പേര് നിർദ്ദേശിച്ചു എന്ന വാർത്തകളെ തള്ളി കത്തോലിക്ക സഭ മുഖപത്രമായ ദീപികയും എത്തി. ഇതിനിടയിൽ കോട്ടയത്തും കണ്ണൂരും കെ സുധാകരനായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കെപിസിസി അധ്യക്ഷ സ്ഥാനത്തിലുള്ള അനിശ്ചിതത്വം ദോഷം ചെയ്യുമെന്നാണ് ഘടകകക്ഷികളുടെ ആശങ്ക. കോൺഗ്രസിലെ പോര് ഗുണം ചെയ്യില്ല എന്നാണ് ഘടകകക്ഷികളുടെ വിലയിരുത്തൽ. അതിനാൽ അനിശ്ചിതത്വം വേഗത്തിൽ അവസാനിപ്പിക്കണം. സുധാകരനെ മാറ്റുമ്പോൾ ഒറ്റക്കെട്ടായി നയിക്കാൻ ശേഷിയുള്ള മുഖത്തെ തന്നെ അധ്യക്ഷനാക്കണമെന്നും ഘടകകക്ഷികൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ഇതിനിടയിലാണ് സുധാകരപക്ഷം നിലപാട് കടുപ്പിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തെറ്റായ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സുധാകരപക്ഷത്തിന്റെ ആരോപണം. അതിനാൽ കേരളത്തിന്റെ ചുമതലയിൽ നിന്നും ദീപാദാസ് മുൻഷിയെ നീക്കണമെന്നാണ് സുധാകരപക്ഷത്തിന്റെ ആവശ്യം. ഇത് ഹൈക്കമാൻഡിന് മുന്നിലുമെത്തിച്ചു സുധാകരനെ അനുകൂലിക്കുന്നവർ. കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് കത്തോലിക്ക സഭ പേര് നിർദ്ദേശിച്ചുവെന്ന വാർത്തകളെ തള്ളിയ ദീപിക മുഖപ്രസംഗം കടുത്ത ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിച്ചത്. അധ്യക്ഷന്റെ മതമല്ല, പാർട്ടിയുടെ മതേതരത്വമാണ് മുഖ്യമെന്നായിരുന്നു ഓർമ്മപ്പെടുത്തൽ. ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോഴുള്ള കലാപമാണ് കോൺഗ്രസിലേത്. ഞങ്ങൾക്ക് ഇത്ര മന്ത്രി വേണം, കെപിസിസി അധ്യക്ഷ പദവി വേണം എന്നൊന്നും പറയാൻ കത്തോലിക്ക സഭയില്ലെന്നും ദീപിക വ്യക്തമാക്കി. മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല അധ്യക്ഷനെ തീരുമാനിക്കുന്നതെന്നും കേന്ദ്ര നേതൃത്വം ഉചിതമായി തീരുമാനമെടുക്കുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. കോൺഗ്രസ് മതേതരത്വ പാർട്ടിയാണ്. മതത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം, ഞാൻ അടിവരയിട്ട് പറയുന്നു, മതത്തേക്കാൾ കൂടുതൽ മതേതരത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയും. സുധാകരനെ അനുകൂലിച്ച് സേവ് കോൺഗ്രസ് രക്ഷാസമിതി പൂഞ്ഞാർ എന്ന പേരിലാണ് കോട്ടയത്ത് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പാല, ഈരാറ്റുപേട്ട, പൂഞ്ഞാർ പ്രദേശങ്ങളിലാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. മൂവർണ്ണത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പടയാളികൾ എന്ന പേരിലാണ് കണ്ണൂരിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.